പാഠഭേദത്തിലേക്ക് സ്വാഗതം. എങ്ങനെ തുടങ്ങേണ്ടത്? ഒരു പാട്ട് ഓർമ്മ വരുന്നു. പിന്നെ നമ്മൾ ഈ സഭായത്തിൽ നിന്ന് പാടുന്ന ആ പാട്ടല്ലാത്തത് കൊണ്ട് ഫുൾ അറിയത്തില്ല കേട്ടോ. എന്നാ ഇപ്പം പറയാൻ, പിന്നെന്താ അടുത്തെന്താ വരി, എന്താ ഇപ്പം ചെയ്യാൻ, ഞാനൊരു തല്ലിപ്പൊളിയാണ്. എന്തായാലും രണ്ടാമത് പറഞ്ഞത് കറക്റ്റ്, ഞാനൊരു തല്ലിപ്പൊളിയാണ്. നിങ്ങൾ ചോദിക്കും ഫിലിപ്പ് പാസ്റ്റർ തല്ലിപ്പൊളിയാണോ, എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്, പാഠഭേദമല്ലേ? ഇത് നമുക്കറിയാമല്ലോ, പൊതുവെ ഒരു ന്യൂജൻ പാട്ടായിട്ട് അറിയപ്പെടുന്നത്. കൃപയല്ലാതെ മറ്റെന്താണ്? കൃപയിലാണല്ലോ നമ്മൾ ഈ കുണ്ടാമണ്ടിയൊക്കെ ചെയ്തിട്ട് പിടിച്ചു നിൽക്കുന്നത്. മറ്റൊന്നുമല്ല കേട്ടോ, നമ്മുടെ ഈ കാറാണ് വിഷയം. പാസ്റ്റർമാർക്ക് എത്ര രൂപയുടെ കാർ വരെ ഉപയോഗിക്കാം? 18 ലക്ഷം രൂപ ഇങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ അല്പം കൂടെ മുന്തിയ കാറ് മേടിക്കാമെന്നാണ് പ്രിയപ്പെട്ട പാസ്റ്റർ പറഞ്ഞത്. ആളുകൾ അതങ്ങ് എടുത്തങ്ങ് എന്താ പറയേണ്ടത്, സോഷ്യൽ മീഡിയ മുഴുവൻ അങ്ങ് നിറച്ചിരിക്കുക. വിശ്വാസികളൊന്നുമല്ല കേട്ടോ. ചിലരൊക്കെ ഇപ്പം എന്നോട് ചോദിക്കും എന്തിനാ ഈ കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ പറയുന്നത്. നമ്മളല്ല പറയുന്നത്, നാട്ടുകാരൊക്കെ പറഞ്ഞ് പരിഹസിക്കുക. അപ്പം എനിക്ക് തോന്നി ചെറിയൊരു പാഠഭേദം ചെയ്യാം. ഫിലിപ്പ് പാസ്റ്ററുടെ കാർ ഏതാ? പണ്ടൊരാൾ എന്നോട് ഈ ചോദ്യം ചോദിച്ചു കേട്ടോ. നമ്മൾ ഈ ആസാദിയിൽ ഏതോ ഒരു പാഠഭേദം ചെയ്തപ്പോൾ ലളിത ജീവിതത്തെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ആളുകൾ ചോദിച്ചു, ഫിലിപ്പ് പാസ്റ്ററുടെ കാർ എത്ര ലക്ഷത്തിൻ്റെതാണ്? പോക്കറ്റിൽ വെച്ചിരിക്കുന്ന ഐഫോണിൻ്റെ വില എന്താണ്? അപ്പോൾ അതെല്ലാം കൂടെ വന്നപ്പം ഈ ഒരു വാർത്തയോട് കേട്ടപ്പം ഇതങ്ങ് പബ്ലിക്കലി ഡിസ്ക്ലോസ് ചെയ്യാമെന്ന് ഓർത്തു. ഇന്ന് ഫിലിപ്പ് പാസ്റ്ററുടെ സ്വന്തം കാറിൽ ഇരുന്ന് ഈ വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചത്. കാരണം നമ്മുടെ കാറിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ കാർ ആളുകളെ കാണിക്കണ്ടായോ? പക്ഷേ മോന് നേരത്തെ തന്നെ ഞങ്ങളുടെ ചർച്ചിൽ ചില ഫങ്ഷൻ ഇന്നുണ്ട്, ഞാൻ റെഡിയായിട്ടിരിക്കുക, ഫുൾ സ്ലീവൊക്കെ ഇട്ട് ടിപ്പ് ടോപ്പിൽ ചർച്ചിൻ്റെ പ്രോഗ്രാമിന് പോകാൻ റെഡിയായിട്ടിരിക്കുക. ആ സമയത്ത് മോൻ ആ കാർ ഇങ്ങ് എടുത്തിട്ട് പോയി ചർച്ചിലെ ആവശ്യത്തിന് വേണ്ടി. അതുകൊണ്ട് കാറിലിരുന്ന് ചെയ്യാൻ പറ്റിയില്ല, വീട്ടിൽ തന്നെ ഇരുന്നാണ് ചെയ്യുന്നത്. ശരി, ഫിലിപ്പ് പാസ്റ്ററുടെ ഫോണ് കാണിക്കാൻ തരവില്ല, കാരണം അതിലാണ് ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത്, സിമ്പിൾ റെക്കോർഡിങ്. ഒരു സാംസങ്ങിൻ്റെ M34 എന്നെങ്ങാണ്ട് ഇതിൻ്റെ പേര്, 34 35 ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. വാങ്ങിക്കുമ്പോൾ 14,000 ചിലവാനും വില. ആമസോണിൽ ഓഫറിൽ വന്നപ്പോൾ 14,000. ഒരു തീരുമാനമുണ്ട്, 15,000 രൂപയിൽ കൂടിയ ഫോൺ വാങ്ങത്തില്ല. 10,000-നും 14,000-നും ഒക്കെയുള്ള ഇടയിലുള്ള ഒരു റേഞ്ചിലെ ഫോണാണ് എനിക്കിഷ്ടം. കാരണം നമ്മുടെ ആവശ്യങ്ങളൊക്കെ അതിനകത്ത് നടന്നു പോകുമല്ലോ. ഈ 1.5 ലക്ഷം രൂപയുടെ ഫോൺ മേടിച്ചിട്ട് എന്ത് ചെയ്യാനാണ്? അപ്പം അതൊരു തീരുമാനം. കാറിൻ്റെ കാര്യമാണല്ലോ പറയുന്നത്. ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന കാറ് വാങ്ങിച്ചിട്ട് 7 വർഷമാകുന്നു. കുറേ പൊട്ടലും സ്ക്രാച്ചസൊക്കെ ഇപ്പോൾ ഉണ്ട് കേട്ടോ. ഇങ്ങനെങ്ങാനും ഒന്ന് പറഞ്ഞു നോക്കിയാലോ? ഏതെ ഈ പറഞ്ഞ ചാനലിലൂടെ. എൻ്റെ കയ്യിലൊരു കാറുണ്ട്, വിറ്റാൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 2-2.5 ലക്ഷം രൂപ കിട്ടുമായിരിക്കും, അല്ലെങ്കിൽ 3 ലക്ഷം രൂപ കിട്ടുമായിരിക്കും. 7 വർഷം പഴക്കമുള്ള കാറാണ്. ബാക്കി ഒരു എത്ര ലക്ഷം ചോദിക്കണം? 18 ചോദിച്ചാൽ മതിയോ? 35 ലക്ഷം രൂപയുടെ കാറാണ് വാങ്ങിക്കാൻ ഞാൻ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഒരു 32 ലക്ഷം രൂപയിലും ചോദിക്കണം. അത് മോശമല്ലേ അത്രയൊക്കെ ചോദിക്കുന്നത്? എന്താണെങ്കിലും ഫിലിപ്പ് പാസ്റ്റർ ഇന്ന് വരെ ആരോടും ചോദിച്ചിട്ടില്ല. കാറിൻ്റെ കഥയാണ് പറയുന്നത് കേട്ടോ. എൻ്റെ ആദ്യത്തെ കാറ് ഒരു മാരുതി 800 ആയിരുന്നു. പുതിയ കാറൊന്നുമില്ല, സെക്കൻഡ് ഹാൻഡാണ് വാങ്ങിച്ചത്. വാങ്ങിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ജോലി റിസൈൻ ചെയ്തൊരു സമയമുണ്ട്. എൻ്റെ വൈഫ് സാൻഡി റിസൈൻ ചെയ്തപ്പോൾ സാൻഡിയുടെ PF-ഉം പിന്നെ അതുപോലെ തന്നെ പെൻഷന് വേണ്ടിയൊക്കെ അടച്ച പൈസ അത് ബാങ്ക് അക്കൗണ്ടിൽ വന്നു. അതായത് 10 വർഷം പൂർത്തീകരിച്ചിരുന്നുവെങ്കിൽ, ജോലിയിൽ പൂർത്തീകരിച്ചിരുന്നുവെങ്കിൽ ആ പെൻഷൻ പൈസ കിട്ടത്തില്ലായിരുന്നു. പക്ഷേ കറക്റ്റ് 9 വർഷവും ചില മാസങ്ങളും ചിലവാനും ഉള്ളപ്പോഴാണ്, അതായത് ആകെ ജോലി ചെയ്ത 9 വർഷവും ചില മാസങ്ങളും ചിലവാനും ഉള്ളപ്പോഴാണ് സാൻഡി റിസൈൻ ചെയ്യുന്നത്. അതുകൊണ്ട് പെൻഷനും PF-ഉം എല്ലാം സേഫായിട്ട് പുള്ളിക്കാരത്തിയുടെ അക്കൗണ്ടിൽ വന്നു. എല്ലാം കൂടെ 1,40,000 രൂപ കണ്ട് അന്ന് കാലത്തുണ്ട് കേട്ടോ, 2006 കാര്യം പറയുന്നത്. ആ പൈസയിൽ നിന്ന് ഒരു 50,000 രൂപ എടുത്ത് ഒരു സെക്കൻഡ് ഹാൻഡ് മാരുതി 800 വാങ്ങിച്ചു. വാങ്ങിക്കുമ്പോൾ 10 വർഷം പഴക്കമുണ്ട്. ആ മാരുതി 800 ഉദ്ദേശം
ഒരു 2-3-4 വർഷം ഞങ്ങൾ ഉപയോഗിച്ചു. അതിനുശേഷം അതിൻ്റെ ഒരു അവസ്ഥയെന്ന് പറഞ്ഞാൽ നന്നായിട്ട് തുരുമ്പെടുക്കാൻ തുടങ്ങി. എൻ്റെ ഒരു തീരുമാനം പുതിയ വണ്ടി വാങ്ങിക്കത്തില്ലെന്നായിരുന്നു അന്ന്. കാരണം പണം വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ചേ ചിലവാക്കാവുള്ളൂ. നമ്മളീ പറയുന്നത് പോലെ ആളുകളോട് സംഭാവന സ്വീകരിച്ച് വാങ്ങിച്ച വണ്ടിയൊന്നും അല്ലല്ലോ. അതുകൊണ്ട് നാളെയും പുതിയ വണ്ടി എടുക്കത്തില്ലെന്നുള്ള തീരുമാനക്കാരൻ. എന്തായാലും ആ വണ്ടി ഒരു പരുവമായപ്പോൾ മാരുതിയുടെ തന്നെ ഒരു ബലീനോ വാങ്ങിച്ചു. വാങ്ങിക്കുമ്പോൾ ആ വണ്ടി 5 വർഷം പഴക്കമുള്ള വണ്ടിയാണ്. വാങ്ങിച്ചത് 2,05,000 രൂപയ്ക്ക്. പഴയ മാരുതി 800 വിറ്റു, 25,000 രൂപ കിട്ടി. ബാക്കി 1.25 ലക്ഷം രൂപ ഞാൻ അതിൻ്റെ കൂടിട്ടാണ് ഈ പറഞ്ഞ ബലീനോ വാങ്ങിക്കുന്നത്. പക്ഷേ ഒരു ചെറിയ അബദ്ധം പറ്റി. ബലീനോ വാങ്ങിച്ചിട്ട് നമ്മൾ വാങ്ങിച്ചത് നമ്മുടെ തന്നെ ഒരു വിശ്വാസി സ്നേഹിതൻ്റെ പഴയ വണ്ടികൾ വിൽക്കുന്ന ഗ്യാരേജിൽ നിന്ന്. അപ്പോൾ അവർ വണ്ടിയൊക്കെ നല്ല പോളിഷ് ചെയ്ത് നല്ല കുട്ടപ്പനാക്കി നിർത്തിയിരിക്കുകയായിരുന്നു. സന്തോഷം കൊണ്ട് ഞാൻ ബലീനോടെ ഒരു ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തു. പഠിച്ച ഒന്നാമത്തെ പാഠം, അതായത് പഴയതാണെങ്കിലും പുതിയതാണെങ്കിലും വണ്ടിയൊക്കെ വാങ്ങിച്ച് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്താൽ നീ സുവിശേഷ വേലക്കാരനല്ലേ, നിനക്ക് ഇവിടെ നടാ പൈസ എന്ന് ചോദിക്കും. ഞാൻ അങ്ങനെ ബലീനോടെ ഫോട്ടോ സുന്ദരമായിട്ട് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തു. പെട്ടെന്നൊരു കിംവദന്തി പരന്നു. ഫിലിപ്പ് പാസ്റ്റർ ദേ ബലീനോ വാങ്ങിച്ചിരിക്കുന്നു. അതും കുറേ വർഷങ്ങൾക്ക് മുമ്പാകട്ടെ, 2009 അപ്പോൾ പറഞ്ഞ ആളുകൾ പറഞ്ഞു, ഈ ബലീനോ എന്നൊക്കെ പറഞ്ഞാൽ അന്ന് കേരളത്തിലെ ഒരു പരിചയം വെച്ച് ഡോക്ടർമാരും ജഡ്ജിമാരും ഒക്കെ ഉപയോഗിക്കുന്ന വണ്ടിയായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഒരു കിംവദന്തി വരുന്നു, ഫിലിപ്പ് പാസ്റ്റർക്ക് ഇഷ്ടം പോലെ പൈസ കിട്ടിയിട്ടുണ്ട്. 8-9 ലക്ഷം രൂപയുടെ ബലീനോ അദ്ദേഹം വാങ്ങിച്ചിരിക്കുന്നു. പൊന്നുമാളവരെ, പഴയ 800 ഒക്കെ വിറ്റിട്ട് പിന്നെ കയ്യിലുള്ള പൈസ എല്ലാം കൂടി സ്വരുക്കൂട്ടിയാണ് ഈ പറഞ്ഞ ബലീനോ വാങ്ങിച്ചത്. പക്ഷേ വാർത്ത എൻ്റെ കാതിലെത്തിയപ്പോൾ എനിക്ക് വലിയ വിഷമം തോന്നി. ഫേസ്ബുക്കിൽ ഫോട്ടോ ഇട്ടതാ പ്രശ്നമായത്. ഇത് 2 ലക്ഷം രൂപയുടെ വണ്ടിയാണെന്നും സെക്കൻഡ് ഹാൻഡ് ആണെന്നും ആ സമയമായപ്പോൾ, ഞാൻ ഈ കാർ വാങ്ങിച്ച സമയമായപ്പോഴേക്കും മാരുതി ഡിസ്കണ്ടിന്യൂ ചെയ്ത വണ്ടിയായിരുന്നു എന്നും ഒന്നും പറഞ്ഞാൽ ആളുകൾ വിശ്വസിക്കത്തില്ല. ആളുകൾ പറഞ്ഞു പുതുപുത്തൻ ബലീനോ ഷോറൂം പീസ് വാങ്ങിച്ചിരിക്കുന്നു. പോകട്ടെ, എൻ്റെ രണ്ടാമത്തെ കാർ ബലീനോ ആയിരുന്നു. ആ വണ്ടി ഞാൻ ഉദ്ദേശം 9 വർഷം ഉപയോഗിച്ചു. അതായത് ഈ പറഞ്ഞ 2009 മുതൽ 2019 വരെ ശരിക്കും ഉപയോഗിച്ചു. 9 അല്ല, 11 കൂട്ടിക്കോ. 15 വർഷം തികയുമ്പോൾ വണ്ടി പിന്നെയും രണ്ടാമത് ഇൻസ്പെക്ഷനൊക്കെ ചെയ്യണം. ഏതാണ്ട് ആ സമയമായപ്പോൾ എനിക്കൊരാഗ്രഹം, ഈ പഴയ വണ്ടി കൊണ്ട് കഷ്ടപ്പെട്ടു. കാരണം ഈ ബലീനോ അവസാനമായപ്പോൾ തെള്ളി സ്റ്റാർട്ടാക്കേണ്ട ഗതികേട്, ഒത്തിരി പ്രശ്നങ്ങൾ, വണ്ടിക്കാകെ പ്രശ്നം, പാർട്സ് ഒന്നും കിട്ടാനില്ല. അപ്പം പ്രാർത്ഥിക്കാൻ തുടങ്ങി, കർത്താവേ എനിക്കൊരു അത്യാവശ്യം നല്ലൊരു വണ്ടി, ദൈവരാജ്യത്തിനും ദൈവവേലയ്ക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാൻ വേണം. 7 സീറ്റർ കിട്ടിയാൽ കൊള്ളാം, നല്ലതാണ്. അപ്പോൾ 7 സീറ്റർ എന്ന് പറയുമ്പോൾ ഏത് വണ്ടിയാണ് നമ്മളെപ്പോലുള്ള ഒരു സാധാരണക്കാരൻ ഉപദേശിയുടെ റേഞ്ചിൽ പെടുന്നത്. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ എല്ലാത്തിനും ഞാൻ ദൈവത്തോട് ആലോചന ചോദിക്കുന്ന നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ ഏതാണ് എനിക്കുള്ള വണ്ടി 7 സീറ്റർ? അത്ഭുതം എന്ന് കേൾക്കണേ. അങ്ങനെ ഉപസിച്ചും പ്രാർത്ഥിച്ചുമൊക്കെ വണ്ടി ഏതാണെന്ന് ചോദിച്ചപ്പോൾ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, നിനക്കുള്ള വണ്ടി ഇതുവരെ മാർക്കറ്റിൽ ഇറങ്ങിയിട്ടില്ല. വ്യക്തമായി കേൾക്കുക കേട്ടോ. അങ്ങനെ ഞാൻ 7 സീറ്റർ വണ്ടി മേടിക്കാനുള്ള ആ പ്ലാൻ അങ്ങ് ഡ്രോപ്പ് ചെയ്തു. മനസ്സിലുള്ള ആഗ്രഹം മാരുതിയുടെ എർട്ടിക, പഴയ എർട്ടിക, ആ ചെറിയ എർട്ടിക 8 ലക്ഷം രൂപയ്ക്കൊക്കെ കിട്ടുമായിരുന്നു അന്ന്, അത് വാങ്ങിക്കാവുന്നായിരുന്നു. പക്ഷേ എന്താണെങ്കിലും ഓൾ ഓഫ് എ സഡൻ മാരുതി എർട്ടിക അപ്ഗ്രേഡ് ചെയ്തു, പുതിയ മോഡലാക്കി. 11-12 ലക്ഷം രൂപയൊക്കെ അതിൻ്റെ വിലയായിട്ട് മാറി. അപ്പോൾ ഞാൻ ഓർത്തു, എന്നെപ്പോലുള്ളവന് അതൊന്നും പറ്റത്തില്ല, ഒരു 5 സീറ്റർ എങ്ങാനും വാങ്ങിക്കാം എന്നൊക്കെ ചിന്തിച്ചിരിക്കുമ്പോൾ ആരോ പറഞ്ഞു, ഈ പറഞ്ഞ നിസാൻ്റെ ഒരു വണ്ടിയുണ്ട്, ഡാറ്റ്സൺ ഗോ പ്ലസ് എന്നാണ് പറയുന്നത്. കണക്കിന് 7 സീറ്റുണ്ട്. പക്ഷേ കോഴിക്കോട് പോലും ചെറിയൊരു വണ്ടിയാണ്, 5.5-6 ലക്ഷം രൂപയ്ക്ക് കിട്ടും. എന്നാൽ ഇനി അതങ്ങ് എടുക്കാം എന്നൊക്കെ പ്ലാൻ ചെയ്തിരിക്കുമ്പോൾ ഞാനൊരു അഡ്വർടൈസ്മെൻറ്റ് കാണുകയാണ്. അതായത് റെനോൾട്ടിൻ്റെ ട്രൈബർ എന്ന് പറയുന്ന വണ്ടി, നമ്മുടെ നാട്ടിലൊക്കെ ട്രിബർ എന്നാണ് പറയുന്നത്, ട്രിബർ എന്നല്ല ട്രൈബർ എന്നാണ് വണ്ടിയുടെ ശരിയായ ഉച്ചാരണം. ഒരു ട്രൈബ്, ഒരു ഗോത്രത്തെ മുഴുവൻ കയറ്റാമെന്ന് അർത്ഥം കേട്ടോ. 7 സീറ്റർ വണ്ടി ഈ ഇൻട്രഡക്ടറി ഓഫറായിട്ട് വില കുറച്ച് കൊടുക്കുകയാണ്. എന്താണെങ്കിലും ട്രൈബർ ഇറങ്ങിയതിൻ്റെ പിറ്റേ മാസം തന്നെ ഞാൻ
ബുക്ക് ചെയ്തു. ഞാനും എൻ്റെ ചർച്ചിലെ എൻ്റെ സ്നേഹിതൻ, ഞങ്ങളുടെ ചർച്ചിൻ്റെ അസോസിയേറ്റ് പാസ്റ്റർ സുനിൽ ബ്രദർ 2 വണ്ടി ഒന്നിച്ച് ബുക്ക് ചെയ്തു. ഞങ്ങൾക്ക് നല്ല ഡിസ്കൗണ്ട് കിട്ടി. അങ്ങനെ ദൈവം എനിക്ക് വേണ്ടി ഒരു വണ്ടി തന്നെന്ന് പറയാം. പുതിയത്, ഡ്രൈവർ, 7 ലക്ഷം രൂപയിൽ താഴെ എനിക്കതായുള്ളൂ. ഓൺ റോഡ് 6,84,000 രൂപ. കഴിഞ്ഞ 7 വർഷമായിട്ട് ഞാൻ ആ വണ്ടി ഉപയോഗിക്കുന്നത്. വളരെ ഹാപ്പിയാണ്. ഈ 35 ലക്ഷം രൂപയുടെയൊക്കെ വണ്ടി ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാകാം, മൈലേജ് കുറവാണെന്ന് പറഞ്ഞിട്ട്. പക്ഷേ എൻ്റെ ഡ്രൈവറിനെ സംബന്ധിച്ചിടത്തോളം ഹൈവേയിൽ എൻ്റെ കൂട്ടുകാരൻ സുനിലിന് ഇവിടുന്ന് കേരളത്തിലേക്ക് ഓടിച്ചു പോയപ്പോൾ 23 കിലോമീറ്റർ കിട്ടി. എനിക്ക് ഒരു 17 കിലോമീറ്ററൊക്കെ ഹൈവേ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ട്രാഫിക്കിൻ്റെ അകത്ത് ലോക്കൽ ഓടിക്കുമ്പോൾ AC ഒക്കെ ഇട്ട് ഓടിച്ചാൽ വളരെ ഈ പറഞ്ഞതുപോലെ മൈലേജ് കുറവാണ്. എന്നാൽ ഹൈവേയിൽ നല്ല സൂപ്പർ മൈലേജ്. ഈ സുവിശേഷ വേലയ്ക്കൊക്കെ വേണ്ടി ദൂരെ പോകുമ്പോഴേ ഹൈവേയിലൊക്കെ പോകുമ്പോൾ നല്ല സൂപ്പർ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. എന്തിനാ ദൈവദാസന്മാരെ നമ്മൾ ഈ 35 ലക്ഷം രൂപയുടെ വണ്ടി മൈലേജിന് വേണ്ടി ആഗ്രഹിക്കുന്നത്? ഒരു ഡ്രൈവർ അങ്ങ് വാങ്ങിച്ചാൽ പോരെ എന്ന് ഞാനങ്ങ് ചോദിക്കാൻ പ്ലാൻ ചെയ്യുക. ആ ചോദ്യം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ദയവായിട്ട് ക്ഷമിക്കണമേ. ഞാൻ ഹാപ്പിയാണ് ഡ്രൈവർ കൊണ്ട്. ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് അറിയുക, ഡ്രൈവറിൻ്റെ ബാക്കിൽ ഒരു റോ ഫുൾ സീറ്റ് ഇളക്കി വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഇഷ്ടം പോലെ സാധനം നമുക്ക് കയറ്റി നമ്മുടെ ചർച്ചിൻ്റെ ഞങ്ങൾ സൺഡേ ആരാധനയ്ക്ക് 3-4 സ്പീക്കർ, കീബോർഡ്, ഗിറ്റാർ എല്ലാം ആ വണ്ടിയെ കയറ്റിയാണ് ഞങ്ങൾ ചർച്ചിൽ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ 7 വർഷം കൊണ്ട് ഈ വണ്ടി ശരിക്കും ഞാൻ മുതലാക്കിയിരിക്കുന്നു. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം, ഒരു 7 സീറ്റർ വണ്ടി 7 ലക്ഷം രൂപയ്ക്ക് ഫിനി പാസ്റ്റർ വാങ്ങിച്ചത് തെറ്റാണോ? പക്ഷേ അങ്ങനല്ല കേട്ടോ. ഇതിനകത്ത് വേറൊരു പ്രശ്നമുണ്ട്. ഈ പാസ്റ്റർമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അങ്ങനെയൊന്നുമില്ലെങ്കിലും ആളുകൾ പറയും പാസ്റ്റർ സ്റ്റാറ്റസിന് ഒപ്പിച്ച വണ്ടി ഓടിക്കണമെന്ന്. ഞങ്ങൾ ബോംബെക്കാർ ഹിന്ദിക്കാരായതുകൊണ്ട് അവരങ്ങനെയൊന്നും പറയത്തില്ല കേട്ടോ. അവർ പറയും പാസ്റ്റർക്ക് ഏത് വണ്ടിയായി ഞങ്ങൾക്ക് എന്താ, കൃപയും ശുശ്രൂഷയുണ്ടേ സന്തോഷം. പക്ഷേ കേരളത്തിലൊന്നും അങ്ങനെയല്ലെന്നാണ് ഞാൻ കേട്ടത്. ഓരോ ഗ്രേഡുള്ള പാസ്റ്റർമാർക്കും അവരുടെ സ്റ്റാറ്റസിന് പറ്റിയ വണ്ടി വേണം. ഉദാഹരണം പറഞ്ഞാൽ സെൻട്രൽ പാസ്റ്റർമാരുടെ വണ്ടി കുറഞ്ഞത് ഈ ഒരു റേഞ്ചിലാകണം, ഒരു 10-15 ലക്ഷം രൂപയൊക്കെ. പിന്നെ അപ്പോസ്തോലനും പ്രോഫറ്റും ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ 35-50 ലക്ഷം രൂപയുടെ വണ്ടി ഉപയോഗിച്ചേ പറ്റത്തുള്ളൂ. അതൊക്കെയാണ് കേരളത്തിൻ്റെ ഒരു രീതി. എന്താ പറയാനാ, എന്താ ഇപ്പം ചെയ്യാനാ? ഞാനൊരു തല്ലിപ്പൊളി ആയതുകൊണ്ട് ഇതങ്ങ് പറയുക കേട്ടോ. പക്ഷേ ഫിനി പാസ്റ്റർ ഒരു സ്വഭാവം, ഒരു തീരുമാനം എന്ന് പറയാം. ആരോ എന്നോട് പറഞ്ഞു പാസ്റ്റർ ഒരു ഇന്നോവ ക്രിസ്റ്റയൊക്കെ എടുക്കാം. ഞാൻ പറഞ്ഞു എടുക്കില്ല. എന്താ കാരണം എന്നറിയാം? എൻ്റെ ഒരു വർഷത്തിലെ വരുമാനം എന്താണെന്ന് എനിക്കറിയാം. എൻ്റെ ഒരു വർഷത്തിലെ വരുമാനം, ആ വരുമാനത്തെ കടത്തി വെട്ടുന്ന വണ്ടി ഞാൻ എടുത്തിട്ട് എന്ത് ചെയ്യാനാ? അപ്പം നമ്മൾ വീട് വെച്ചാൽ നമ്മുടെ ഒരു 10 വർഷത്തെ വരുമാനം എന്താണ്, അതിൻ്റെ ഇത്ര പെർസെൻറ്റേജാണ് നമ്മുടെ വീടിന് നമ്മൾ ചിലവാക്കാവുള്ളൂ. എൻ്റെ പോളിസി കേട്ടോ. നമ്മളൊരു വണ്ടി വാങ്ങിച്ചാൽ നമ്മുടെ ഒരു വർഷത്തെ വരുമാനം എന്താണെന്ന് നോക്കി അതുമായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു എമൗണ്ടിൻ്റെ വണ്ടിയെ വാങ്ങിക്കാവുള്ളൂ. ഇതൊക്കെ ഞാനൊരു തല്ലിപ്പൊളി ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നത് കേട്ടോ. ചിലർ പറയും അത് വിശ്വാസത്തിൻ്റെ കുറവാണെന്ന് പറയും. ആണോ എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഇനിയും എനിക്ക് ഇതിലും അല്പം കൂടെ നല്ല വണ്ടി വാങ്ങണമെന്ന് തോന്നിയാലും എന്ന് എൻ്റെ വ്യക്തിപരമായ ഇൻകം, ഞാൻ ഈ പറഞ്ഞതുപോലെ ചർച്ചിൻ്റെ സ്വത്രാഴ്ചയ്ക്കകത്ത് വീഴുന്ന പണമല്ല എൻ്റെ ഇൻകം എന്ന് ഞാൻ പല പ്രാവശ്യം ആസാദിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വ്യക്തിപരമായ വരുമാനം അതിൻ്റെ ഒരു പർട്ടിക്കുലർ പെർസെൻറ്റേജ് ഞാൻ പറഞ്ഞല്ലോ, അതെന്നെ അനുവദിക്കുന്നെങ്കിൽ മാത്രമേ അല്പം കൂടെ മുന്തിയൊരു വണ്ടി ഞാൻ വാങ്ങുകയുള്ളൂ. എന്താണെങ്കിലും ഡ്രൈവർ കഴിഞ്ഞ ദിവസം വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി നന്നായിട്ട് കുറേ പണിയൊക്കെ ചെയ്തു. നല്ല കുട്ടപ്പനായിട്ട് ഓടുന്നു. 7 വർഷമായതേ ഉള്ളൂ. ഇനി ഒരു 3-4 വർഷമൊക്കെ സുഖമായിട്ട് ഓടിക്കോളൂ. നല്ല വണ്ടിയല്ലേ? അപ്പോൾ എൻ്റെ ചോദ്യം, ഇതൊക്കെ നമുക്ക് പോരെ? നിങ്ങൾ ഡ്രൈവർ വാങ്ങിക്കണ്ടെന്നേ. ആ റേഞ്ചിലൊക്കെ ഇപ്പോൾ എത്രയോ വണ്ടിയുണ്ട്. എന്തിനാണ് ഈ പറയുന്ന സ്റ്റാറ്റസും പൊങ്ങച്ചവും കാണിക്കാൻ? അതും സ്വന്തം പോക്കറ്റ് കീറാതെ മറ്റുള്ളവരുടെ പോക്കറ്റിലേക്ക് നോക്കി നമ്മൾ ഇങ്ങനെ നാടൻ ഭാഷയെ പറഞ്ഞാൽ തെണ്ടി പൊണ്ണക്കാര്യം കാണിക്കുന്നത്. കൊളോക്കൽ ലാംഗ്വേജ് കേട്ടോ, നമ്മുടെ മണിയാശാനൊക്കെ പറയുന്ന ഭാഷയാണ് കേട്ടോ. അങ്ങനെ അങ്ങ് പറഞ്ഞു പോയതാണ്. കാരണം ഞാനൊരു തല്ലിപ്പൊളിയാണേ, ഇങ്ങനെയൊക്കെ പറയുന്നത് തല്ലിപ്പൊളി ആയതുകൊണ്ട്. അതിനകത്ത് എനിക്ക് ഇച്ചിരി സങ്കടമുണ്ട്. ഈ നാട്ടുകാർ നമ്മളെക്കുറിച്ച് ഇതൊക്കെ പറഞ്ഞ് കളിയാക്കുമ്പോൾ അത്രയുമൊന്നും പറഞ്ഞില്ലെങ്കിലും ഇത്രയുമെങ്കിലും പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തോ ബന്ധക്കോസ്റ്റുകാരനാ, പിന്നെ ഈ പറഞ്ഞ എൻ്റെ അകത്ത് പരിശുദ്ധാത്മാവുണ്ടെന്നും ധാർമ്മിക രോഷമുണ്ടെന്നൊക്കെ പറയുന്നതിൽ
എന്താ അർത്ഥം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പാഠഭേദം അങ്ങ് നിർത്തുക. ഞാൻ പറഞ്ഞതിൻ്റെ ആശയം എന്താണെന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. ആക്ഷേപഹാസ്യമാണ് കേട്ടോ, സാറ്റയറാണ്. ചില നിഷ്കളങ്കരായ വിശ്വാസികൾക്ക് നമ്മളിങ്ങനെയൊക്കെ പറയുമ്പോൾ ഓർക്കും ഇദ്ദേഹം എന്തോ മനസ്സിൽ വെച്ചുകൊണ്ട് പറയുകയാണ്. പ്യുവറായിട്ട് ഇത് ഒരു സാറ്റയർ അല്ലെങ്കിൽ ആക്ഷേപഹാസ്യമാണെന്നും കൂടെ മനസ്സിലാക്കിക്കോണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. ദൈവദാസന്മാർ, ദൈവമക്കൾ പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണിച്ച് പിന്നെയും സമൂഹത്തിന് മുമ്പിൽ അപമാനിക്കപ്പെടരുതെന്നുള്ള ആഗ്രഹം കൊണ്ട് നേരെ ചൊവ്വേ ജീവിക്കുന്ന നമ്മുടെ സമൂഹം അപമാനിക്കപ്പെടരുതെന്നുള്ള ആഗ്രഹം കൊണ്ട് ഇത്രയും അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ഡേ.